പള്ളിമണിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് കാണിക്കുന്ന അനാവശ്യ തിടുക്കവും ഇടപെടലുകളും മതസൗഹാർദ്ദം തകർക്കാൻ ഇടയാകരുത്. പള്ളിമണിയും ബാങ്കുവിളിയും അമ്പലത്തിലെ നാമജപവും പുനർകാല സുപ്രഭാതവുമെല്ലാം കേട്ട് വളർന്ന മലയാളികൾക്ക് അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായി ആരും ഇന്ന് വരെ കണ്ടിട്ടുമില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ ഒരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെ ഒരു ക്രിസ്ത്യൻ പള്ളിയിലെ ഞായറാഴ്ചകളിൽ രാവിലെ മാത്രം 20 സെക്കൻഡ് വെച്ച് 2 നേരം മുഴങ്ങുന്ന പള്ളിമണി നിർത്താനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും അനാവശ്യ ഇടപെടലുകളും മതസൗഹാർദ്ദം തകർക്കാൻ ഇടയാക്കുന്നതല്ലേ എന്ന് സംശയം ജനിപ്പിക്കുന്നതാണ്. മാവേലിക്കരയിൽ നിന്നും കൊല്ലം ഭരണിക്കാവ് റൂട്ടിൽ മുതുപ്പിലങ്ങാട് സ്ഥിതി ചെയ്യുന്ന സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളി 75 വർഷം പഴക്കമുള്ളതാണ്. പള്ളിയുടെ തൊട്ടുചേർന്ന് കഴിഞ്ഞ 20 വർഷമായി താമസിക്കുന്ന അന്യമതസ്ഥനായ ഒരു വ്യക്തിയാണ് പരാതിക്കാരൻ. ഇദ്ദേഹം 2022 മലിനീകരണ നിയന്ത്രണ ബോർഡിന് പള്ളിമണി അടിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു. നാളിതുവരെ ആ ഒരു വിഷയത്തിൽ പള്ളി കമ്മിറ്റിക്കോ മറ്റു പള്ളി അധികാരികൾക്കോ ഇത് സംബന്ധിച്ച് നോട്ടീസൊന്നും യാതൊന്നും ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, പള്ളിമണിയുടെ ശബ്ദത്തിന്റെ ഡെസിബൽ പരിധിയിൽ കൂടുതലാണോ എന്ന് പരിശോധിക്കുവാൻ ആരും തന്നെ ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള നിർദ്ദേശം എന്ന നിലയിൽ പള്ളിമണി നിർത്തിവെക്കണമെന്ന് പള്ളിയുടെ അധികാരികളോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനുള്ള അധികാരം മലിനീകരണ നിയന്ത്രണ ബോർഡിനാണ്. അതും എതിർകക്ഷികളുടെ ഭാഗം കേൾക്കുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ട് മാത്രമാണ് നിയമലംഘനമാണെങ്കിൽ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടതും. ഇത്തരത്തിൽ ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിലൊരു ഉത്തരവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നതെന്ന് സംശയം ജനിപ്പിക്കുന്നതാണ് ഇക്കാര്യം. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പേരും പറഞ്ഞ് ഇത്തരത്തിലൊരു ഉത്തരവുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നതാണ് സംശയം ജനിപ്പിക്കുന്നത്. ഉത്തരവ് വന്നെങ്കിലും കഴിഞ്ഞ ദിവസമുള്ള കുർബാനയ്ക്കായി മണിയടിക്കുകയും കുർബാന നടത്തുകയും ചെയ്തിരുന്നു. ഈ സമയം അത്രയും ഒരു പോലീസ് സംഘം വാഹനത്തിൽ പള്ളിക്കടുത്ത് നിലയുറപ്പിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒരു തടസ്സവും അവർ ഉണ്ടാക്കിയിരുന്നില്ല. എന്നാൽ പള്ളിമണി നിർത്തിവെക്കണമെന്ന ആവശ്യം സമ്മതിച്ചുകൊണ്ട് ഒപ്പിട്ട് നൽകാനായി പോലീസ് സ്റ്റേഷനിലെ ചിലർ ഇടവക അംഗങ്ങളുടെ പല വീടുകളിലും കയറി ഇറങ്ങിയതായും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ആ പ്രദേശത്ത് തന്നെയുള്ള ഒരു ഹൈന്ദവ ആരാധനാലയത്തിന്റെ മൈക്കിലൂടെയുള്ള നാമജപങ്ങളും രാവിലെയുള്ള സുപ്രഭാതവും നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എതിർ പരാതി കൊടുക്കുവാൻ പള്ളി അധികാരികളെ ഉപദേശിച്ചതായും ഇടവക അംഗങ്ങളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇടകലർന്ന് ജീവിക്കുന്ന ആ പ്രദേശത്ത് അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ഇതേ രീതിയിൽ പാലക്കാട് ഒരു പള്ളിയുടെ ഇലക്ട്രിക് ബെൽ നിർത്തണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയതിനെയും ഹൈന്ദവ വർഗീയതയാക്കി മാറ്റി മുതലെടുപ്പ് നടത്താൻ ചില രാഷ്ട്രീയക്കാർ ശ്രമിച്ചിരുന്നു. പള്ളിമണികൾ ലോകമെമ്പാടും ഉപയോഗിക്കുന്നത് തന്നെയാണ്. അതിന്റെ നാദം അരോചകമാണെന്നോ ആ മണികൾ മുഴക്കുന്നതിന്റെ അർത്ഥം തങ്ങളുടെ മതവിശ്വാസം മാത്രമാണ് ശരിയെന്ന രീതിയിലാണെന്നോ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. പകൽ സമയം കുർബാന ആരംഭിക്കുന്നുവെന്ന അറിയിപ്പായി 20 സെക്കൻഡ് മാത്രം മുഴങ്ങുന്ന ഒരു പള്ളിമണി ഒരു വ്യക്തിയുടെ പരാതിന്മേൽ നിരോധിക്കാനാണ് നീക്കമെങ്കിൽ മൈക്കിലൂടെയുള്ള ബാങ്ക് വിളിയും അമ്പലങ്ങളിലെ മൈക്കിലൂടെ കേൾക്കുന്നതുമെല്ലാം നിരോധിക്കണം. നിലവിൽ 5 നേരം മൈക്കിലൂടെയുള്ള ബാങ്ക് വിളി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് 2002 ആലപ്പുഴ AR ക്യാമ്പിന് സമീപമുള്ള മുസ്ലിം മസ്ജിദിന് തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു വ്യക്തി നൽകിയ ഹർജി ഇപ്പോഴും ആലപ്പുഴ ജില്ലാ കോടതിയിൽ തീർപ്പാവാതെ കിടപ്പുണ്ട്. അതിലും തീരുമാനമുണ്ടാകണം. ഒപ്പം കോടതി നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള കോളാമ്പികൾ ഇന്ന് പല ആരാധനാലയങ്ങളിലും നിയമം ലംഘിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതുമെല്ലാം എടുത്തു മാറ്റാൻ തയ്യാറാവണം. എന്നാൽ ഇതിലൊന്നിലും തയ്യാറാവാതെ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക പള്ളിയുടെ പള്ളിമണി മാത്രം നിർത്തലാക്കാനാണ് അധികൃതർ ഉദ്ദേശിക്കുന്നതെങ്കിൽ മറ്റ് ആരാധനാലയങ്ങൾക്കെതിരെ പരാതിയുമായി ഇറങ്ങാൻ മറ്റുള്ളവരും നിർബന്ധിതരാകും. പള്ളിമണിയും നാമജപവും ബാങ്ക് വിളിയും എല്ലാം ഇക്കാലം അത്രയും തുടർന്നു വന്നതുപോലെ തന്നെ വേണമെന്നുള്ളത് തന്നെയാണ് പള്ളി കമ്മിറ്റിയുടെയും രൂപതയുടെയും നിലപാട്. ആയതിനാൽ ഈ വിഷയത്തിൽ പള്ളി കമ്മിറ്റിയും അധികാരികളും യോഗം ചേരുകയും വിഷയത്തെ നിയമപരമായി നേരിടാനാണ് തീരുമാനമെടുക്കുകയും ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള നീക്കങ്ങളും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പരാതി നൽകിയ വ്യക്തിയുടെ പറമ്പിൽ ഉണ്ടായിരുന്ന മാവ് വളർന്ന് പള്ളിക്ക് നേരെ വന്നപ്പോൾ വെട്ടിമാറ്റാൻ പറഞ്ഞിട്ട് തയ്യാറാകാതിരുന്നതിന്റെ പേരിൽ പള്ളി അധികാരികൾ അത് വെട്ടിമാറ്റിയെന്നും അതിലെ നീരസമാണ് ഇത്തരത്തിലൊരു പരാതിക്ക് പിന്നിലെന്നും കേട്ടിരുന്നു. എന്തായാലും പരാതി നൽകിയ വ്യക്തി അവിടെ നിന്നും എല്ലാ മതസ്ഥരും ഇടകലർന്ന് താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ചു കാലം താമസം മാറ്റുകയാണെങ്കിൽ പള്ളിമണി ആയിരുന്നു നല്ലതെന്ന് മനസ്സിലാവുകയും തിരിച്ചു വീണ്ടും പഴയ താമസ സ്ഥലത്തേക്ക് വരേണ്ടി വരികയും തന്നെ ചെയ്യുമെന്നാണ് ഈ വിഷയത്തിൽ തൽക്കാലം അഭിപ്രായപ്പെടാനുള്ളത്.